പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ക്ലാസ്സിൽ നമുക്ക് ആൽഗയെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം. മുതിർന്ന ക്ലാസ്സിൽ നമ്മൾ ആൽഗയെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. ഇവിടെ നമ്മളൊരു ചെറിയൊരു പരിചയപ്പെടൽ മാത്രമാണ് നടത്തുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ആവശ്യമുള്ള നോട്ട്സൊക്കെ ഒന്ന് കുറിച്ച് വെക്കുക. ഈ ആൽഗയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സസ്യലോകത്തെ, അതായത് നമ്മുടെ ഭൂമിയിൽ ഒരുപാട് സസ്യങ്ങളുണ്ടല്ലോ അല്ലേ, പലതരത്തിലുള്ള സസ്യങ്ങളുണ്ട്. അതിനെ പ്രധാനമായിട്ടും 5 വിഭാഗങ്ങളാക്കി തരംതിരിച്ചിട്ടുണ്ട്. R.H. വിറ്റാക്കർ എന്ന ശാസ്ത്രജ്ഞനാണ് സസ്യലോകത്തെ ഇങ്ങനെ 5 വിഭാഗങ്ങളാക്കി തരംതിരിച്ചത്. അതിലൊന്നാണ് ആൽഗെ. ബാക്കി ബ്രയോഫൈറ്റുകൾ, ടെറിഡോഫൈറ്റുകൾ, ജിംനോസ്പേമുകൾ, ആൻജിയോസ്പേമുകൾ എന്നിങ്ങനെയാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ആൽഗയെക്കുറിച്ച് മാത്രമാണ്. അതും അതിൻ്റെ ഒരു പരിചയപ്പെടുത്തൽ, ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. കുളത്തിലൊക്കെ ആൽഗേസിനെ ഇതുപോലെ പച്ച നിറത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ കാണുക അല്ലേ. നമ്മൾ മഴ പെയ്ത് കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ പെയ്ത് കഴിഞ്ഞാൽ മുറ്റൊക്കെ വഴുക്കൽ പിടിക്കണ കണ്ടിട്ടുണ്ടാവും അല്ലേ. അവിടെ ഒരു വഴുവഴുപ്പ്, ഒരു പച്ച നിറത്തിൽ അല്ലേ. ഇതെന്താണ്? ആൽഗയാണ്. അതുപോലെ ആൽഗയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ താലസ് എന്താണെന്ന് നോക്കാം. അതുപോലെ താലസ് എന്നും പറയും, താലോയിഡ് എന്നൊക്കെ പറയും. അതായത് ആൽഗയുടെ പ്ലാൻ ബോഡിക്ക്, അതായത് ശരീരത്തിന് ഒന്നിച്ച് പറയുന്ന പേരാണ് താലസ് എന്ന് പറയുന്നത്. അതായത് ഈ ആൽഗയ്ക്ക് വേരില്ല, കാണ്ടല്ല, ഇലയില്ല. പക്ഷെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്നിച്ച് ഉള്ളൊരു ശരീരമാണ്. അതായത് കാണ്ഡം, ഇല, വേര് എന്നിങ്ങനെ വിഭേദനം ചെയ്യപ്പെടാനാവാത്ത സസ്യശരീരം, അതാണ് താലസ്. സസ്യങ്ങളിലൊക്കെ ക്ലോറോഫിൽ ഉണ്ടല്ലോ, അതുകൊണ്ട് ആഹാരം നിർമ്മിക്കും അല്ലേ, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ആൽഗേസിലും എന്തുണ്ട്? ക്ലോറോഫിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്ന ഒരു സസ്യമാണ്. പിന്നെ ഭൂരിഭാഗം ആൽഗകളും നമ്മൾ കാണുന്നത് വെള്ളത്തിലാണ് അല്ലേ. വെള്ളത്തിൽ പലതരത്തിലുള്ള ആൽഗകളുണ്ട്. അതുപോലെ നനഞ്ഞ പ്രതലത്തിൽ, മണ്ണിൽ, പിന്നെ അതുപോലെ മരത്തടിയിൽ, കല്ലിൽ, ഇതിനൊക്കെ ആൽഗസിനെ കാണാൻ പറ്റും. ചിലത് എന്ത് ചെയ്യും? ഫംഗസുമായിട്ട് കൂടി ചേർന്നിട്ട് കാണാൻ പറ്റും. ഇപ്പോഴത്തെ ഈ പൂപ്പലിൻ്റെ കൂടെയൊക്കെ കാണാൻ പറ്റും. എനിമൽസിന് കാണാൻ പറ്റും. അതായത് നമ്മൾ ലോകത്തിലെ ഒരു മടിയനായിട്ടുള്ള ഒരു ജീവിയാണ് സ്ലോത്ത്. അതാണ് ഇതിൽ കണ്ടില്ല, സ്ലോത്ത് എന്ന് പറഞ്ഞ ജീവിയാണിത്. സ്ലോത്ത് എന്ത് ചെയ്യും? കിടക്കണോട് തന്നെ ഇങ്ങനെ കിടക്കുക, മടിയനാണ്. അതായത് സാധാരണ മൃഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ശരീരഭാഗങ്ങളൊക്കെ നക്കി തുടക്കും അല്ലേ. പക്ഷേ സ്ലോത്ത് ഒന്നും ചെയ്യൂല. അപ്പോൾ സ്ലോത്തിൻ്റെ രോമം ചില സമയങ്ങളിൽ പച്ച നിറത്തിൽ കാണാൻ പറ്റും. അതെന്താണ്? അതിന് കാരണം എന്താണ്? ആൽഗേസാണ്. അപ്പോൾ ഈ ആൽഗേസിനെ പലതരത്തിലും കാണാൻ പറ്റും. അത് പല നിറത്തിലും കാണാൻ പറ്റും ആൽഗേസിനെ. പിന്നെ ഗ്രീൻ ആൽഗെ, അതുപോലെ ബ്രൗൺ ആൽഗെ, അതിൻ്റെ നിറം തന്നെ വ്യത്യാസമുണ്ട് അല്ലേ. അതിൽ ഈ പിന്നെ ക്ലോറോഫിലിൻ്റെ അളവ് വ്യത്യാസം വരുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതുപോലെ റെഡ് ആൽഗെ, 3 തരത്തിലുള്ള ആൽഗകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണല്ലോ അല്ലേ ഭൂമിയിലെ സസ്യങ്ങളൊക്കെ ആഹാരം നിർമ്മിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഭൂമിയിലെ പകുതിയിൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഫിക്സേഷൻ നടക്കുന്നതും ഈ ആൽഗേസിലൂടെയാണ്. ഈ വെള്ളത്തിലെ ഓക്സിജൻ്റെ അളവ് കൂട്ടാൻ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ ഈ പിന്നെ ആൽഗേസൊക്കെ കൂടുതലായിട്ടും കാണുന്ന വെള്ളത്തിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പിന്നെ വെള്ളത്തിലുള്ള ജീവികളുടെ ഏറ്റവും വലിയ എനർജിയുടെ ഉറവിടമാണ് എന്ത്? ഈ ആൽഗേസ് എന്ന് പറയുന്നത്. അതായത് വെള്ളത്തിലെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയും. അതായത് ആവാസ വ്യവസ്ഥയിൽ നമ്മളിപ്പോൾ ഭൂമിയിൽ ഉൽപ്പാദകർ സസ്യങ്ങളാന്ന് പറയുമല്ലോ അല്ലേ. അതുപോലെ ജലത്തിലും ആവാസ വ്യവസ്ഥ ഉണ്ട്. അവിടുത്തെ ഉൽപ്പാദകർ ജലസസ്യങ്ങൾ, അതായത് പ്രധാനമായിട്ടും ആൽഗേസ് തന്നെയാണ്. അപ്പോൾ വാട്ടർ ആനിമൽസ്, അതായത് വെള്ളത്തിലെ ജീവികൾ പ്രധാനമായിട്ടും ആഹാരമാക്കുന്നത് ആൽഗേസിനെ തന്നെയാണ്. അക്വേറിയത്തിലൊക്കെ നമ്മൾ ആൽഗയെ വളർത്താറുണ്ട്. മനുഷ്യരും ഭക്ഷണമായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. 70ഓളം തരത്തിലുള്ള ആൽഗേസ് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ബഹിരാകാശ യാത്രികരൊക്കെ നല്ല പ്രോട്ടീൻ കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ ആൽഗയാണ് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത്. ക്ലോറല്ലയും സ്പൈറലിനെയുമാണ് ബഹിരാകാശ യാത്രികർ ഉപയോഗിക്കുന്നത്. പിന്നെ അഗർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അതും എന്താണ്? ആൽഗയെന്നാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഐസ്ക്രീം, ജെല്ലി പോലുള്ള ആഹാര സാധനങ്ങളൊക്കെ
ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ആൽഗെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ. അപ്പോൾ ആൽഗെ എന്ന് പറയുന്നത് ഒരു ആവാസ വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്, ഒരു കണ്ണിയാണ് ആൽഗെ. അപ്പോൾ ഇതൊക്കെയാണ് ആൽഗയെ പറ്റിയിട്ടുള്ളൊരു പ്രാഥമിക അറിവെന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും ഇതിൽ ഈ വീഡിയോയിൽ ഇടുന്നില്ല, അതൊക്കെ നമ്മൾ മുതിർന്ന ക്ലാസ്സിലൊക്കെ പഠിക്കും. അപ്പോൾ ഇതിലൊരു പരിചയപ്പെടുത്തൽ മാത്രമാണ്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്യാവശ്യമുള്ളതൊക്കെ എഴുതിയെടുക്കുക. ഇനി അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.